ഇപ്പോൾ കുട്ടികളെ നമ്മൾ ഫസ്റ്റ് ഇയർ ഹയർ സെക്കൻഡറി എക്സാമിനേഷൻ മാർച്ച് 2024 മാത്തമാറ്റിക്സ് ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യുന്നത്. മുഴുവൻ ചോദ്യങ്ങളും തന്നെ ഡിസ്കസ് ചെയ്യാം. നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണണം. അപ്പം പോകാം, നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ കൂടി ഒരു യാത്ര നടത്താം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് എ ഈക്വൽ ടു 1 2 3 ആൻഡ് ബി ഈക്വൽ ടു 1 4 സെറ്റ് 1 4 then the number of subset of A cross B is നമ്പർ ഓഫ് സബ്സെറ്റ് ഈക്വൽ ടു നമുക്ക് കണ്ടുപിടിക്കുക 2n ആണ് കേട്ടോ. 2n എന്ന് പറയുമ്പം നമ്പർ ഓഫ് എലമെൻറ്റ് ഇൻ എ 3യും നമ്പർ ഓഫ് എലമെൻറ്റ് ഇൻ ബി 2 ആണ്. അപ്പോൾ 3 2s are 6, ദാറ്റ് ഈസ് 2 ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. എ ക്രോസ് ബിയിലെ എലമെൻറ്റ്സിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 2 Then the second question, if x/3 plus 1, y minus 2/3 equal to ordered pair minus 2/3, then find x and y. x-ൻ്റെയും y-യുടെയും വാല്യൂ ആണ്. നമുക്കൊന്ന് ചെയ്ത് നോക്കാമേ. ഇവിടെ ഈക്വൽ ടു ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? x/3 plus 1 equal to minus 2/3. അതുപോലെ y minus 2/3 equal to 2/3. ഇതിൽ നിന്നും x/3 equal to minus 2/3 plus 1 എന്ന് എടുക്കാം. നമുക്കിവിടെ LCM എടുത്താൽ x/3 equal to ഇതിങ്ങോട്ടേക്ക് മൾട്ടിപ്ലൈ minus 2 plus 3/3 എന്ന് വരും. 3യും 3യും കട്ടായാൽ x equal to 1. ഇവിടെ ആൻസർ എക്സിൻ്റെ വാല്യൂ എത്രയാണ്? ടീച്ചർക്ക് ഒരു ചെറിയ തെറ്റ് പറ്റിയിട്ടുണ്ട് വളരെ. ഒന്നുകൂടി ചെയ്യാം. അതായത് x/3 plus 1 equal to minus 2/3. x/3 equal to plus 1 അങ്ങോട്ടേക്ക് പോകുമ്പോൾ എന്താവും? -1 എന്നാവും. LCM എടുക്കുമ്പോൾ -3 × 1 -, so -5/3 എന്ന് വരും കേട്ടോ. സോ ഈ എക്സും കട്ടായാൽ x equal to -5. അതുപോലെ ഇവിടെ y equal to 2/3, -2/3 അങ്ങോട്ട് പോകുമ്പോൾ +2/3 എന്നാവും. സോ y equal to 4/3. അപ്പോൾ നമുക്ക് എക്സിൻ്റെ വൈയുടെ വാല്യൂ കിട്ടി. x ഈസ് -5 ആൻഡ് y equal to 4/3. അടുത്തത് സെക്കൻഡ് ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് ഓപ്ഷനാണ് cos x plus y plus cos x minus y equal to dash. Then prove that cos 3π/4 plus x plus cos 3/4 minus x equal to -√2 cos x. അപ്പോൾ ഇതിൻ്റെ സെക്കൻഡ് ഓപ്ഷനിൽ ക്വസ്റ്റ്യനുള്ളൊരു ക്ലൂ ആയിട്ടാണ് ആദ്യത്തെ ഭാഗം വരുന്നത്. cos x plus y plus cos x minus yയുടെ റിസൾട്ട് നിങ്ങൾക്കറിയാമല്ലോ. ആ റിസൾട്ട് അങ്ങ് എഴുതുക. ആ റിസൾട്ടിൽ ഈ 3π/4 plus എക്സിൻ്റെ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതിയോ? അപ്പോൾ രണ്ടുമൊന്ന് ചെയ്യാം. cos x plus y plus cos x minus yയുടെ റിസൾട്ട് എന്ന് പറയുന്നത് 2 cos x cos y എന്നാണ് കേട്ടോ. നിങ്ങളിത് കാണാതെ പഠിച്ചു വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അത് പ്രകാരം രണ്ടാമത്തെ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ് പറഞ്ഞിരിക്കുന്നത്? cos 3π/4 plus x plus cos 3π/4 minus എക്സിൻ്റെ വാല്യൂ എന്താണെന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് അതിനെ എങ്ങനെ എഴുതാം? 2 cos x ആരാണ്? 3π/4 into cos x. ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇതിനകത്ത് നമുക്ക് വേണമെങ്കിൽ വാല്യൂസ് കംപ്ലീറ്റ് ആയിട്ട് എഴുതാം. ദാറ്റ് ഈസ് 2 ഇൻറ്റു cos 3π/4ൻ്റെ വാല്യൂ എത്രയാണ്? -1/√2 ആണ് കേട്ടോ, അതറിയാമല്ലോ. ദെൻ cos x ഇവിടെ വേണമെങ്കിൽ 1/√2 ഈ റൂട്ട് കൂടെ കട്ട് ചെയ്ത് √2 ഇൻറ്റു -1 cos x ദാറ്റ് ഈസ് ഈക്വൽ ടു -√2 cos x എന്ന് എഴുതാം. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ പ്രൂവ് ചെയ്തു. -√2 cos x എന്ന് ആൻസർ കിട്ടി. ദെൻ ദ തേർഡ് ക്വസ്റ്റ്യൻ, സോൾവ് ദി ഇൻഇക്വാലിറ്റി x plus x/2 plus x/3 less than or equal to 10 plus x/6. മാർക്ക് ദ സൊല്യൂഷൻ ഇൻ എ നമ്പർ ലൈൻ. ആ സൊല്യൂഷൻ നമ്മൾ നമ്പർ ലൈനിൽ അടയാളപ്പെടുത്തുകയും ചെയ്യണം. നോക്കാം. ഇവിടെ പ്രോബ്ലം ചെയ്യാൻ നേരം നമ്മളിതെല്ലാം ഫുള്ളായിട്ട് ആഡ് ചെയ്ത് നമ്മൾ ഈ ഡിനോമിനേറ്റർ നമ്മൾ ക്യാൻസലാക്കി എടുത്തെങ്കിൽ മാത്രമേ നമുക്ക് പ്രോബ്ലം നന്നായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ LCM എടുത്തു. LCM എത്രയാണ്? 3യുടെയും 2ൻ്റെ LCM എന്ന് പറഞ്ഞാൽ 6 ആണ്. അപ്പോൾ ഇവിടെ ഒരു ടേമും ഇല്ലാത്തതുകൊണ്ട് 6 കൊണ്ട് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുന്നത് 6x. ഇവിടെ 6ൽ 2 ഉണ്ട്. സോ യു മൾട്ടിപ്ലൈഡ് ബൈ 3 ദാറ്റ് ഈസ് 3x പ്ലസ് ഇവിടെ 3 ഉള്ളതുകൊണ്ട് നമ്മളിവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ 2x ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇവിടെ LCM എടുത്താൽ 60 + x all divided by 6 എന്ന് വരും. നമുക്ക് ഈ 6ഉം ഈ 6ഉം കട്ട് ചെയ്താൽ 6 3 9 2 11x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 60 + x എന്ന് വരും.
ഇനി എന്ത് ചെയ്യുക, ഇവിടെ ഇനിക്വാളിറ്റിക്ക് ഇനിക്വാളിറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ചേഞ്ച് ഒന്നും വരില്ല കേട്ടോ, തിരിയില്ല. കാരണം ഇവിടെ ഒന്നും പ്ലസ്സോ മൈനസോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് പ്രശ്നം. നമ്മൾ പ്ലസിനെ മൈനസ് ആക്കാനോ മൈനസിനെ പ്ലസ് ആക്കാനോ ശ്രമിക്കുമ്പോൾ ഇനിക്വാളിറ്റി തിരിയും. പക്ഷെ ഇവിടെ അങ്ങനെ ഒരു കേസ് വരുന്നില്ല. സോ ഇവിടെ നമുക്ക് ഇങ്ങനെ എഴുതാം, 11x - x ≤ 60 എന്ന് ധൈര്യമായിട്ട് എഴുതാം. സോ 10x ≤ 60. സോ x ≤ 60 divided by 10 that is equal to x ≤ 6 എന്ന് വരും. എക്സിൻ്റെ വാല്യൂ 6 അതിൽ താഴെയോ ആണ്. അത് നമ്മൾ നമ്പർ ലൈനിൽ നമ്മൾ എങ്ങനെ രേഖപ്പെടുത്തും? അപ്പോൾ നമ്പർ ലൈൻ എന്ന് പറയുന്നത് ഇതാണെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്പർ ലൈനിൽ 6 ഈ നമ്പർ 6 ആണെങ്കിൽ ഇത് മുതൽ ഇങ്ങോട്ടേക്ക് വരുന്ന മുഴുവൻ വാല്യൂ എവിടെ ഇൻക്ലൂഡഡ് ആണ്? എക്സിൻ്റെ വാല്യൂ ആയിട്ട് വരാം. 6 അതിൽ താഴെയുള്ള എല്ലാ വാല്യൂ എന്താകാം? ഇതാണ് x ≤ 6 എന്ന പൊസിഷൻ. ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ, NCR = ഡാഷ്. ഓപ്ഷൻസ് 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ NCR കറക്റ്റായിട്ട് എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് നോക്കണം. അപ്പോൾ ആ ഒരു ക്ലൂ ഉപയോഗിച്ചിട്ടാണ് അതിൻ്റെ സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഇനി ഹൗ മെനി വേസ് എ കമ്മിറ്റി കൺസിസ്റ്റിംഗ് ഓഫ് 3 men and 2 women ക്യാൻ ബി ചൂസൺ ഫ്രം 7 men and 5 women. 7 പുരുഷന്മാരിൽ നിന്ന് 3 പുരുഷന്മാരെയും 5 സ്ത്രീകളിൽ നിന്ന് 2 സ്ത്രീകളെയും ഒരു കമ്മിറ്റിയിലേക്ക് വേണ്ടി നമുക്ക് തിരഞ്ഞെടുക്കണം. അത് ഏതൊക്കെ വിധത്തിൽ എത്ര രീതിയിൽ നമുക്ക് തിരഞ്ഞെടുക്കാം എന്നുള്ളത്. അപ്പോൾ നമ്മൾ കോമ്പിനേഷൻ രീതിയിൽ വേണം നമ്മൾ അതിനെ തിരഞ്ഞെടുക്കുക. അപ്പോൾ NCR എന്നുള്ള ഇക്വേഷൻ ഉപയോഗപ്പെടുത്തി വേണം നമ്മളത് ചെയ്യാൻ. അപ്പോൾ NCRൻ്റെ ആൻസർ ഇതിനകത്ത് ഏതാണ് കറക്റ്റായിട്ട് വരുന്നത്? NCR = n factorial divided by r factorial into n minus r factorial എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ ഓപ്ഷൻ സി ഉപയോഗിച്ചിട്ടാണ് അതിൻ്റെ സെക്കൻഡ് ക്വസ്റ്റ്യൻ എഴുതുന്നത്. നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ NCR = n factorial divided by r factorial into n minus r factorial. ഓപ്ഷൻ 2 എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഔട്ട് ഓഫ് 7 men 3 can be selected in 7 പേരിൽ നിന്ന് 3 പേരെ സെലക്ട് ചെയ്യണം. 7C3 വേസ്. ഇത്രയും വഴികളിലൂടെയാണ് നമുക്ക് അവർ തിരഞ്ഞെടുക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഔട്ട് ഓഫ് 5 women 5 സ്ത്രീകൾ മൊത്തമുണ്ട്. അതിൽ നിന്ന് എത്ര പേരെ സെലക്ട് ചെയ്യണം? 2 can be selected in 5C2 ways. അപ്പം ടോട്ടൽ നമുക്ക് എത്ര ടോട്ടൽ നമ്പർ ഓഫ് വേസ് എന്ന് ചോദിക്കുമ്പോൾ എന്ത് ചെയ്താൽ മതി? ടോട്ടൽ നമ്പർ ഓഫ് വേസ് is equal to 7C3 into 5C2 ചെയ്താൽ മതിയോ? ക്ലിയർ അല്ലേ? പിന്നെ ആൻസർ കണ്ടെത്തുന്നത് എങ്ങനെയാണ്? ഫുള്ളായിട്ട് നമുക്കൊന്ന് ചെയ്യാം. 7C3 ചെയ്യുന്നത് എങ്ങനെയാണ്? 7 factorial by 3 factorial into 7 minus 3 factorial into 5 factorial divided by 2 factorial into 5 minus 2 factorial. ഇതെങ്ങനെ എളുപ്പം ചെയ്യാൻ പറ്റുക? ഇത് 7 factorial divided by 3 factorial into 7 minus 3 4 factorial into 5 factorial divided by 2 factorial into 5 minus 2 എന്താണ്? 3 factorial. ഇനി ഇത് കട്ടിങ് നടത്താം കേട്ടോ. അതായത് 7 factorial 4 factorial വരെയുള്ളൂ നമുക്കിവിടെ കട്ടായി പോയാൽ ബാക്കി 5 into 6 അല്ലേ ബാക്കിയുള്ളൂ. 5 into 6 into 7 മിച്ചമുണ്ട്, അതിവിടെ എഴുതാം. 5 into 6 into 7 divided by 3 factorial എന്താ? 2 into 3 അല്ലേ? 1 into 2 into 3. 1 എഴുതണമെന്നില്ല, എഴുതിയേക്കാം. ഇൻറ്റു അതുപോലെ 3 factorial വരെയുള്ളത് ഈ മുകളിൽ നിന്ന് കട്ടാവുമല്ലോ. ബാക്കി 4 into 5 ബാലൻസ് ഉണ്ട്. സോ 4 into 5 divided by 2 factorial എത്രയാണ്? 2 factorial 1 into 2. നമുക്കിനി കട്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ വേണം കട്ട് ചെയ്യാൻ കേട്ടോ. ഇവിടെ കട്ട് ചെയ്യാൻ പറ്റണത് എളുപ്പം കട്ട് ചെയ്യാൻ പറ്റുന്നത് 2ഉം 2ഉം കട്ടായി 2 വരും. പിന്നെ കട്ട് ചെയ്യാൻ പറ്റുന്നത് ഈ 2ഉം 6ഉം കട്ടാവും 3 വരും. ഈ 3ഉം ഈ 3ഉം കട്ടാവും. പിന്നെ ബാലൻസ് വരുന്നത് 5 into 7 into 2 into 5. ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ 35 into 5 2s are 10. 350 വേസ്, 350 രീതിയിൽ നമുക്ക് ആ വ്യക്തികളെ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്ത ചോദ്യം. സം ഓഫ് ഓൾ കോഎഫിഷ്യൻസ് ഇൻ ദ ബൈനോമിയൽ എക്സ്പാൻഷൻ 1 + x raised to n ഈസ് ഡാഷ്.
സെക്കൻഡ് ഓപ്ഷൻ യൂസിങ് ബൈനോമിയൽ തിയറം എക്സ്പാൻഡ് എക്സ് ബൈ 3 പ്ലസ് 3/x ഓൾ റേസ് ടു 4. അപ്പം നമ്മൾ ചെയ്യാമേ. ആദ്യത്തേത് സം ഓഫ് ഓൾ coefficients in the binomial expansion 1 plus x raised to n is 2 raised to n ആണ് കേട്ടോ. സെക്കൻഡ് ക്വസ്റ്റ്യൻ അവർ പറഞ്ഞിരിക്കുന്നത് എന്നാണ്, എക്സ് ബൈ 3 പ്ലസ് 3/x ഓൾ റേസ് ടു 4ൻ്റെ എക്സ്പാൻഷൻ എഴുതാനാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 4c നോട്ട് എക്സ് ബൈ 3 ഓൾ റേസ് ടു 4 പ്ലസ് 4c1 x by 3 all raised to 3 into 3/x all raised to 1 എന്ന് വേണേൽ കൊടുത്തോ കേട്ടോ. കാരണം ഇവിടെ ഫുള്ള് എക്സ് ബൈ 3 ഓൾ റേസ് ടു എന്നിൻ്റെ ടേം ഇനി ഇന്ന് കുറഞ്ഞു വരും. അടുത്ത ടേം 1 2 എന്ന് വെച്ച് കൂടി പോകും കേട്ടോ. ദാറ്റ് ഈസ് ഈക്വൽ ടു 4 പ്ലസ് 4c2 എക്സ് ബൈ 3 ഓൾ റേസ് ടു 2 ഇൻറ്റു 3/x all square plus 4c3 x by 3 2i ഇനി അത് 1i into 3/x all raised to 3 plus 4c4 x by 3യുടെ ടേം ഇനി 0യുടെ ടേം അത് എഴുതണ്ട. ദെൻ 3/x all raised to 4. ഇനി ഓർത്തോളുക 4c0 1 ആണ്, അതുപോലെ 4c4ഉം 1 ആണ്. ബാക്കിയുടെ ആൻസർ നിങ്ങളിപ്പോൾ നമ്മൾ കോമ്പിനേഷൻ ചെയ്യുന്നില്ല, അതുപോലെ ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്ത് ആൻസറിലേക്ക് എത്താവുന്നേ ഉള്ളൂ. അത് നിങ്ങൾ എഴുതിക്കോണം കേട്ടോ, അറിയാമല്ലോ. 4c1 ഇപ്പോൾ നമ്മൾ ചെയ്ത പോലെ 4 ഫാക്ടോറിയൽ ബൈ 1 ഫാക്ടോറിയൽ ഇൻറ്റു 4 മൈനസ് 1 ഫാക്ടോറിയൽ എക്സ് ക്യൂബ് ബൈ 3. അതിനകത്ത് ഈ എക്സും ഒക്കെ കട്ടായി 3 കട്ടായി വളരെ ഷോർട്ടായി മാറാം. നിങ്ങൾ വളരെ സാവധാനം ചെയ്താൽ എത്താവുന്നതേ ഉള്ളൂ കേട്ടോ. അടുത്തത് ആറാമത്തെ ക്വസ്റ്റ്യൻ, കൺസിഡർ ദ ലൈൻ L1 3x minus 4y plus 12 equal to 0 and a point A 2 minus 3. Question number 1 ഇതാണ്, find the equation of the line passing through A and parallel to the given line L1. Second question, find the distance from the origin to the given line L1. അപ്പോൾ നമ്മൾ ഇക്വേഷൻ ഓഫ് ദ ലൈൻ പാസിംഗ് ത്രൂ അപ്പോൾ ഇക്വേഷൻ ഓഫ് എ ലൈൻ കണ്ടെത്താൻ നമ്മൾ 10th പഠിച്ച ഓർമ്മയില്ല. നമ്മൾ സ്ലോപ്പിൽ വേണം ഈ ക്വസ്റ്റ്യൻ തുടങ്ങാൻ. സ്ലോപ്പ് കണ്ടുപിടിച്ചുകൊണ്ടാണ് നമ്മളിത് തുടങ്ങേണ്ടത്. ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് സ്ലോപ്പ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ -a/b ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു -3/b എന്താണ് -4 തന്നെയാണ്. 2 -4 കട്ടായി. ആൻസർ ഈസ് 3/4. 3/4 എന്നുള്ളതാണ് എൻ്റെ സ്ലോപ്പ്. ഇനി ദെൻ നമ്മൾ ഓപ്ഷൻ 1 ചെയ്യുന്നു. സോ y മൈനസ് y1 ഈക്വൽ ടു m ഇൻറ്റു എക്സ് മൈനസ് x1. ദെൻ ഇവിടെ മറ്റേ പോയിൻ്റ് ഏതൊക്കെയാണ്, y മൈനസ് y1 എന്ന് പറയുന്നത് y മൈനസ് y1 എന്ന് പറയുന്നത് -3 പ്ലസ് m ഈസ് എ സ്ലോപ്പ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 3/4 ഇൻറ്റു എക്സ് മൈനസ് x1 ആരാണ് 2. ഇതിൽ നമുക്ക് ഇക്വേഷൻ ഫോം ചെയ്യാമല്ലോ. സോ y പ്ലസ് 3 ഈക്വൽ ടു 3/4 ഇൻറ്റു എക്സ് മൈനസ് 2. ദാറ്റ് ഈസ് ഈക്വൽ ടു മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4y പ്ലസ് 4 3s are 12 ഈക്വൽ ടു 3x മൈനസ് 6 എന്ന് വരും. ഇത് നമുക്ക് എല്ലാം കൂടി ഈക്വൽ ടു ഇപ്പുറത്തേക്ക് ചടിക്കുമ്പോൾ എന്താവും, ഇത് 3x മൈനസ് 4y മൈനസ് 18 ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഓക്കെ, അതിൻ്റെ ഓപ്ഷൻ ബി ഡിസ്റ്റൻസ് ഫ്രം ദ ഒറിജിൻ ടു ദ ഗിവൺ ലൈൻ L1 ആണ്. അപ്പോൾ ഡിസ്റ്റൻസ് ഫോർമുല ഇതാണ്. ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് ax1 പ്ലസ് by1 പ്ലസ് c ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് a സ്ക്വയർ പ്ലസ് b സ്ക്വയർ എന്നുള്ളതാണ് ഇക്വേഷൻ. അപ്പം ഡിസ്റ്റൻസ് ഫ്രം ദ ഒറിജിൻ ടു ദ ഗിവൺ ലൈൻ, അപ്പോൾ ഒറിജിൻ എന്ന് പറയുമ്പോൾ 0 0 ആണ്. എന്താ എക്സിൻ്റെയും വൈയുടെയും വാല്യൂ 0 0 ആണ്. അപ്പോൾ നമ്മൾ എന്ത് കൊടുക്കണം, a എന്ന് പറയുന്നത് നമുക്കറിയാം 3 ഇൻറ്റു x1 0 മൈനസ് 4 ഇൻറ്റു 0 പ്ലസ് 12 ഡിവൈഡഡ് ബൈ a സ്ക്വയർ പ്ലസ് b സ്ക്വയർ, അതായത് 3 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ വരും. ദാറ്റ് റൂട്ട് ഓഫ് ആണ്. ദെൻ മോഡുലസ് ഓഫ് ഇടുക. സോ ഇതെല്ലാം 0 ആയിപ്പോൾ 0 മൈനസ് 0 പ്ലസ് 12 ഡിവൈഡഡ് ബൈ 3 സ്ക്വയർ 9 പ്ലസ് 4 സ്ക്വയർ 16 വരും. സോ റൂട്ട് 15 വരും. സോ മോഡുലസ് എടുക്കുമ്പോൾ 12/√15 √25, ദാറ്റ് ഈസ് 12/5 ആണ് ആൻസർ. ഓക്കെ, മോഡുലസ് എടുക്കുമ്പോൾ വാല്യൂ എന്ത് തന്നെ വരും, 12/5 തന്നെ വരും. ഇതാണ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ
origin to the given line L1. അടുത്ത 7th question. The coordinate of the focus, equation of directrix and length of the lateral rectum of the parabola x square equal to 12y. നമുക്ക് ഫോക്കസ് കണ്ടെത്തണം, ഇക്വേഷൻ ഓഫ് ഡയറക്ട്രിക്സ് എഴുതണം, ലെങ്ത് ഓഫ് ദ ലാറ്റസ് റെക്റ്റം, 3 എണ്ണമാണ് കണ്ടുപിടിക്കേണ്ടത് കേട്ടോ. നോക്കാം. ദ ഇക്വേഷൻ ഓഫ് എ പരാബോള എക്സ് സ്ക്വയർ ഈക്വൽ ടു 12y എന്നാണ് കിടക്കുന്നത് കേട്ടോ. ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്കിവിടെ 4a സ്ഥാനത്ത് എക്സ് സ്ക്വയർ ഈക്വൽ ടു എക്സ് സ്ക്വയർ ഈക്വൽ ടു 12y എന്നാണ് ഇക്വേഷൻ തന്നിരിക്കുന്നത്. പരാബോളയുടെ ഇക്വേഷൻ എക്സ് സ്ക്വയർ ഈക്വൽ ടു 4ay എന്നാണ്. ഹിയർ 4a സ്ഥാനത്ത് നമുക്ക് കിട്ടിയിരിക്കുന്ന 12 ആണ്. സോ a ഈക്വൽ ടു 12/4 ദാറ്റ് ഈസ് ഈക്വൽ ടു 3. ഇനി ഓപ്ഷൻ എ എന്താണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്? ഫോക്കസ്, കോർഡിനേറ്റ് ഓഫ് ദ ഫോക്കസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഫോക്കസ് ഈക്വൽ ടു 0a ആണ്. നമുക്ക് കിട്ടിയ എന്താണ്? 0, 3. സോ ഓപ്ഷൻ എയുടെ ആൻസർ കിട്ടി. ഓപ്ഷൻ എയുടെ അല്ല, ആദ്യത്തെ ഫോക്കസ് കിട്ടി. അടുത്തത് ഇക്വേഷൻ ഓഫ് എ ഡയറക്ട്രിക്സ്. ഇക്വേഷൻ ഓഫ് ഡയറക്ട്രിക്സ്. ഡയറക്ട്രിക്സ് ഈക്വൽ ടു y ഈക്വൽ ടു -a എന്നേ ഉള്ളൂ കേട്ടോ. ജസ്റ്റ് y ഈക്വൽ ടു -3 എന്ന് എഴുതിയാൽ മതിയാവും. ഇനി അടുത്തത് ഓപ്ഷൻ ബി ആയി. ഇനി സി എന്താണ്? ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റം ആണ് ചോദിച്ചിരിക്കുന്നത്. ലെങ്ത് ഓഫ് ഇത് ഈ ഇക്വേഷൻസ് ഒക്കെ നിങ്ങൾ കാണാൻ പഠിക്കണം കേട്ടോ. അതായത് ഇക്വേഷൻ ഓഫ് ഡയറക്ട്രിക്സ്, ലാറ്റസ് റെക്റ്റം, ഫോക്കസ് കണ്ടുപിടിക്കണം. അതെല്ലാം വളരെ ചെറുതാണ്. നമ്മളെ പരാബോളയുടെയും ഹൈപ്പർബോളയുടെയും എലിപ്സിൻ്റെയും 3 കേസേ ഉള്ളൂ. സിമ്പിളായിട്ട് ഓർക്കാമെന്നുള്ളൂ. നിങ്ങൾ ആ പേജ് എടുത്തിട്ട് ടേബിൾ വൈസ് അത് കൊടുത്തിട്ടുണ്ട്, അത് കാണാൻ പഠിച്ചാൽ മതി കേട്ടോ. അത് പഠിച്ചെങ്കിൽ നമുക്ക് എളുപ്പമാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ. ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റം ജസ്റ്റ് എന്താണ്? 4a, അത്രേ ഉള്ളൂ. 4a എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ a ആരാണ്? 3 ആണ്. സോ 4 × 3 ആയ 12 ആണ് എന്ത്? ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റം. അടുത്തത് 8ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു a x raised to n minus a raised to n divided by x minus a എന്നാണ് ചോദ്യം. അതിൻ്റെ ഓപ്ഷന് നമ്മൾ ആൻസർ കാണാതെ പഠിക്കേണ്ടതുണ്ട്. അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. n a raised to n minus x raised to n minus a raised to n divided by x minus a is equal to n a raised to n minus 1 എന്നുള്ളതാണ് ആൻസർ. അത് ഉപയോഗിച്ചാണ് അതിൻ്റെ സെക്കൻഡ് വൺ ചെയ്യേണ്ടത്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 2, എയ്ക്ക് പകരം നമ്മൾ 2 എടുത്തുവെങ്കിൽ x raised to n minus 2 raised to n divided by x minus 2 equal to 32. Find the value of n. അങ്ങനെയാണെങ്കിൽ n എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. നമുക്ക് ചെയ്ത് നോക്കാം. സിമ്പിളാണ്, വളരെ എളുപ്പമാണ്. ഇവിടെ ലിമിറ്റ് എക്സ് റേസ് ടു n മൈനസ് a റേസ് ടു n ഡിവൈഡ് ബൈ എക്സ് മൈനസ് എയുടെ റിസൾട്ട് n a റേസ് ടു n മൈനസ് 1. ഇത് കാണാതെ പഠിച്ചിരിക്കണം കേട്ടോ. ഇത് കാണാതെ പഠിക്കാതെ ഒരു രക്ഷയില്ല. അത് പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് പ്രോബ്ലം കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ എക്സ് റേസ് ടു n മൈനസ് 2 റേസ് ടു n ഡിവൈഡ് ബൈ എക്സ് മൈനസ് എയുടെ റിസൾട്ട് 32 തന്നിട്ടുണ്ടെങ്കിൽ വാട്ട് ഈസ് എന്നിൻ്റെ വാല്യൂ എത്ര എന്നാണ് ഇവിടെ ചോദ്യം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? n a റേസ് ടു n മൈനസ് 1 ആണല്ലോ ജനറൽ ഫോർമാറ്റിൻ്റെ ഇക്വേഷൻ. അപ്പോൾ എയുടെ സ്ഥാനത്ത് നമുക്കിവിടെ എന്താ വന്നിരിക്കുന്നത്? 2 ആണ്. സോ നമ്മളിവിടെ എന്ത് എഴുതണം? n × 2 റേസ് ടു n മൈനസ് 1 ഈക്വൽ ടു 32. ഫസ്റ്റ് ഓഫ് ഓൾ ഈ 32നെ കൂടെ നമ്മൾ എന്താക്കണം? 2ൻ്റെ പവറാക്കി എഴുതുക. സോ n × 2 റേസ് ടു n മൈനസ് 1 ഈക്വൽ ടു 2 റേസ് ടു 5 എന്ന് വരും. ക്ലിയർ അല്ലേ? അതിനുശേഷം n × 2 റേസ് ടു n മൈനസ് 1 ഈക്വൽ ടു, എനിക്ക് ഈ 2 റേസ് ടു 5നെ ഞാൻ 2 റേസ് ടു 2 × 2 റേസ് ടു 3 എന്ന് എഴുതുന്നത് തെറ്റില്ലല്ലോ. അപ്പം ഈ 2 റേസ് ടു 2നെ ഞാൻ ഇനി എന്ത് ചെയ്യുമെന്ന് അറിയോ? n × 2 റേസ് ടു n മൈനസ് 1 ഈക്വൽ ടു 4 × 2 റേസ് ടു 3. ശരിയല്ലേ? ഇത് n × 2 റേസ് ടു n മൈനസ് 1 ഫോം ആയില്ലേ? ഇതിനേക്കാളും ഒന്ന് കുറവാണ്, ഇതിനേക്കാളും ഒന്ന് കുറവുള്ള ഫോർമാറ്റില്ലേ. സോ അവിടെ എന്ത് വന്നു? ഡയറക്റ്റായിട്ട് നമുക്ക് n = 4 എന്ന് എഴുതാമല്ലോ. 2 റേസ് ടു n മൈനസ് 1 ഈക്വൽ ടു, അതായത് n × 2 റേസ് ടു n മൈനസ് 1 ഫോർമാറ്റില്ലേ. സോ വേറെ n ഈസ് ഈക്വൽ ടു 4 എന്നുള്ള ആൻസർ കിട്ടും. ക്ലിയർ അല്ലേ? ബാക്കി ക്വസ്റ്റ്യൻസ് അടുത്ത വീഡിയോയിൽ ഉടനെ ഇടാം കേട്ടോ. ഓക്കെ.